കോഴിക്കോട് ഇന്നലെ രാത്രി മുതൽ നിർത്താതെ മഴ പെയ്യുകയാണ്. പരക്കെ മഴയാണ്. നാദാപുരത്ത് മരം കടപുഴകി വീണ് 10ലേറെ ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നിട്ടുള്ളത്. ഈ പ്രദേശത്തൊക്കെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. റോഡിന് സമീപത്തെ തടിമില്ലിന്റെ ഇരുനില ഓഫീസ് കെട്ടിടവും തകർന്നിട്ടുണ്ട്. തലശ്ശേരിയിലേക്കും നാദാപുരം ഭാഗത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ ശ്രദ്ധയിലേക്കാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. കക്കയം ഡാമിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നഗരമേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അഖില CP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. മലയോര മേഖലയിൽ മാത്രമല്ല, നഗരഹൃദയത്തിലും പുതിയ ബസ് സ്റ്റാൻഡിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അതെ ആര്യ, കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. അതായത് 8 മണിക്ക് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വകുപ്പ് 3 മണിക്കൂർ നേരത്തേക്ക് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ശക്തമായ മഴയും 60 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനുമെല്ലാം സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റെഡ് അലേർട്ട് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. ആര്യ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയാണ്. മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിലാണ് ഈ 5 മീറ്ററോളം വീതിയുള്ള വലിയൊരു തണൽ മരം റോഡിലേക്ക് വീഴുന്നത്. ഇന്ന് ഏകദേശം പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു അപകടം. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായത്. അതായത് ഈ സംസ്ഥാന പാത എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള തിരക്കുണ്ടാവേണ്ട സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ രാത്രി ആയതുകൊണ്ട്, പുലർച്ചെ ആയതുകൊണ്ടാണ് വലിയ രീതിയിലുള്ളൊരു അപകടം ഒഴിവായത്. അപകടം ഒഴിവായെങ്കിലും ഈ വീഴലിൽ ഈ വലിയ മരം വീണതോടെ 10ഓളം ഈ വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണിരിക്കുന്നു. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ട അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, സമീപത്തുണ്ടായിരുന്ന കടയിലേക്കും ഇത്തരത്തിൽ ഈ മരത്തിന്റെ ചില്ലകൾ വീണിട്ടുണ്ട്. അവിടെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ആശങ്ക കക്കയം ഡാമാണ്. കക്കയം ഡാമിൽ ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലേർട്ട് ആണുള്ളത്. 756.6 മീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ ജലം ഉയർന്നു നിൽക്കുന്നത്. അതൊരു പക്ഷേ 758 ആയാൽ കക്കയം ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. വെള്ളം തുറന്നു വിടേണ്ടി വരും. അപ്പോൾ ഈ കുറ്റ്യാടി പ്രദേശത്തുള്ള ജനങ്ങൾക്കെല്ലാം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വെള്ളം തുറന്നു വിട്ടാൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പെല്ലാം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ ജലാശയങ്ങളിൽ ഇറങ്ങരുത്, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം കലക്ടർ നൽകുന്നുണ്ട്. പിന്നെ കോഴിക്കോട് നഗരത്തിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടാണ്. അതായത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് പലയിടത്തും. കോഴിക്കോട് മാനാഞ്ചിറ, മിഠായി തെരുവ്, ഇത്തരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്.